ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് നമ്മളൊരു പുതിയൊരു റെസൊല്യൂഷനായിട്ട് എന്താക്കിയിരിക്കണേ ഒരു 10 ദിവസം അടുപ്പിച്ച് വീഡിയോ ഇടാന്നുള്ളൊരു തോട്ട്. പക്ഷേ നടക്കൂലെന്ന് എനിക്കും അറിയാം, എനിക്ക് തന്നെ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ലല്ലോ. ഇപ്പോൾ എനിക്കെന്തായാലും അറിയാം നടക്കൂല. പക്ഷേ ചെയ്ത് നോക്കുക, കാരണം അങ്ങനെ തന്നെ അല്ലേ ന്യൂ ഇയർ. ഞാൻ ബാക്കിയുള്ളവരൊക്കെ ജിമ്മിനാണ് പോകണം, ഞാൻ എന്താക്കി വീഡിയോ 10 ദിവസം അങ്ങനെ അടുപ്പിച്ചിട്ട് പഞ്ചായത്ത് പണിക്കാർ വരുന്നുണ്ട്, 10 ദിവസം അടുപ്പിച്ചിടാന്നുള്ളൊരു മൈൻഡിലാണ് ഇന്ന് ഇറങ്ങി പോകുക, അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ നേരത്തെ എണീക്കാൻ വിചാരിച്ച് ഒരു 12 മണിയായി എണീച്ചിക്കണി. ഇനി എന്താ പരിപാടി വെച്ചാൽ പ്രോപ്പർട്ടിയിൽ ഗസ്റ്റ് ഉണ്ട്, ഗസ്റ്റിനൊന്ന് ചെക്കൗട്ട് ചെയ്യണം. 11 മണിന് ചെക്കൗട്ട്, അപ്പോൾ 12:30 എണ്ണ അടിച്ച് ലോണ്ടറി പോയി സാധനം എടുത്ത് വന്ന്, പിന്നെ ഇപ്പോൾ എന്താ ലോണ്ടറി പോയി സാധനം എടുത്ത് വന്ന് പിന്നെ കൂട്ടാൻ വന്നതാണ്. ഓക്കെ വന്ന് ഇനി അവിടെ പോയിട്ട് ആൾക്കൊന്ന് ക്ലീൻ ചെയ്യുക, ഗസ്റ്റിനെ ചെക്കൗട്ട് ചെയ്യുക, വരിക. ഇതാണ് പണി. ഇത് പുതിയൊരു തീരുമാനമാണ്, ന്യൂ ഇയർ റെസൊല്യൂഷനാണ്. എന്താണ് 10 ദിവസം അടുപ്പിച്ച് വീഡിയോ. അത് പൊള്ളിക്കൂലേ? മേ ബി ഇത് എന്തായിരിക്കും, ഷോർട്സ് ആയിട്ടായിരിക്കും വരിക, ചിലപ്പോഴേ വ്ളോഗാവുള്ളൂ. വോയിസ് ഓവർ കൊടുക്കാൻ ഈ ചൊപ്പ സൗണ്ട് ആയതുകൊണ്ട് ചിലപ്പം വോയിസ് ഓവർ ആവില്ല. അപ്പം എന്താവും, ചിലപ്പം വ്ളോഗായിട്ട് വരും. അപ്പം ശരി, ഇനി അവിടെ നിന്നാണ് എന്ത് ഗസ്റ്റ് ചെറുങ്ങനെ ഒരു ഇസ്മയിൽ വരുമ്പോൾ ഗസ്റ്റ് ഉണ്ടാവില്ല. ഇസ്മയിൽ എന്താ ആളില്ലാത്ത ദിവസം ഇരുന്നിട്ട് പറയും ഇവിടെ ഒരു പണിയില്ല, എന്നിട്ട് തിരിച്ചു പോകും. അങ്ങനെ എടുത്തേ നമുക്ക് ചെറിയൊരു പോസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ രാവിലെ ഫുഡ് എടുക്കാനൊന്ന് ചെറുങ്ങനെ നേരം വൈകിയേ, ഉറങ്ങി എണീച്ചപ്പോൾ 11 മണി 11:30 ഓൾക്ക് അപ്പോഴാണ് ഫുഡ് എടുക്കണേ. നമ്മൾ മിസ്റ്റേക്കാണ്, ഒക്കെ ഇക്കൊല്ലം റെഡിയാക്കണം എന്നാണ്. അപ്പോൾ എന്തായാലും ഗസ്റ്റ് ഒരു ചെറിയ പണി വന്നിങ്ങനെ, നമ്മളെ സ്ഥലത്തുണ്ട്. ഇനി ഓരോ ചെക്കൗട്ട് ചെയ്യുക, റൂം വൃത്തിയാക്കുക, വരിക. പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും ഇതിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളെ മെയിൻ ജോൺ ടാച്ചൻ നയിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത നയിപ്പാണ്. ഇത് വിരിച്ചിടുക, അടുത്തതിൻ്റെ ഉള്ളിലുണ്ട്. ബാത്റൂം വെക്കേണ്ട അടുത്ത് ഇതൊക്കെ തന്നെ. പിന്നെ ഇങ്ങനെ അടിച്ചു വരിക, ഇതൊക്കെ ഒരു രസമായിട്ട് കാണുക. എന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുഴപ്പങ്ങളാണ്. എന്തായാലും ഇനി അടിച്ചു വരട്ടെ. അടിച്ചൊരു ലോണ്ടറിക്കുള്ള സാധനം കൊടുക്കാണ്ട്, ലോണ്ടറിക്കുള്ള സാധനം കൊടുക്കണം, തുടക്കണം, പുറമൊന്ന് അടിച്ചു വരാം. ഗ്ലാസ് തുടക്കാൻ ഇല്ലടാ. അപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് അവിടുത്തെ സാധനങ്ങൾ ബെഡ്ഷീറ്റും ഡുവറ്റൊക്കെ എടുത്ത് ലോണ്ടറിങ്ങിന് കൊടുത്ത് തിരിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ പുറേ പോയിട്ട് നിഷ്മലിപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ എന്തിന് ഇന്ന് 1-ാം തീയതി അല്ലേ, അപ്പോൾ കണക്കൊന്ന് ക്ലോസ് ചെയ്യാണ്ട്. അപ്പോൾ അതിനിപ്പോൾ നിഷ്മൽ വരും. അതിൻ്റെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയും നേരത്തേ ഉള്ളൂ, നോക്കാകട്ടെ. വൈകുന്നേരമായപ്പോൾ ചായ പിടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ജാത്ത് വിളിച്ച് അങ്ങനെ ഇറങ്ങിയപ്പോൾ സ്വപ്നേൻ്റെ പറയലുള്ള ഈ ചെക്കനാണെങ്കിൽ എവിടെ പോയി കൊട്ടിപ്പടഞ്ഞ് വീണിട്ട് ആകെ ഇടങ്ങേറായിക്കണേ. രാത്രി 1 മണിക്ക് ബസ് ഉണ്ടായിരുന്നിട്ട് പാനത് അവിടുന്ന്. പിന്നെ അറിയണേ ആശാന് ഫാത്തിമയിലായിരുന്നു, അത്യാഹിത വിഭാഗത്തിലായിരുന്നു എന്നാ കേട്ടത്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നടക്കുമ്പോൾ ചെറിയൊന്നും ഉണ്ടായിട്ടുണ്ട്, വേറെ സീനൊന്നും കാണുന്നില്ല. എന്തായാലും സ്പ്രിംഗ്ലെയർ അടിക്കണുണ്ട്, സ്പ്രിംഗ്ലെയർ ഉണ്ട് ഉണ്ടാവും. ചായച്ചെടിയുമൊക്കെ ഫുൾ നനക്കുന്നുണ്ട്. ഇതാണ് ഇത്രേ കാണുള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇനി ഓലെ കൂട്ടിയിട്ട് വേറെ ആരും ഇല്ലാതെ തോന്നണം ഇവിടെ, ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നിട്ട് ചായ പിടിക്കുക. ചായ പിടിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു തോന്നണേ. എങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ചിലപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ഇടും ഇൻഷാ അല്ലാഹ്. പുതിയൊരു ഇതല്ലേ, പുതിയൊരു കൊല്ലം, പുതിയൊരു തീരുമാനം എടുത്തിട്ട് എന്താ നടക്കുമെന്ന് അറിയണം. അപ്പോൾ എന്തായാലും വോയിസ് ഓവർ കൊടുത്തിടാൻ, ഷോർട്സ് ഇടാനാണ് പ്ലാൻ. പക്ഷെ എനിക്ക് ആ വോയിസ് ഓവർ കൊടുത്തിടാനേ പറ്റൂല. ഒന്നാമത് ഈ ചൊപ്പ സൗണ്ടാണ്. എനിക്ക് തന്നെ എൻ്റെ സൗണ്ടൊക്കെ ദേഷ്യം വരും, അത് വേറെ കാര്യമാണ്. അവൻ നോക്കി നോക്കട്ടെ, ഇടാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഞാൻ ഇടും. എന്തായാലും ചിലപ്പോൾ വീഡിയോ ആയിട്ടും വരും, ഷോർട്സ് ആയിട്ട് എന്തായാലും വരാൻ ചാൻസ് ഇല്ല. നോക്കി നോക്കട്ടെ, എത്ര വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് ഇടാം. അപ്പോൾ ശരി. ഇത് എന്തിനാണ് ഇപ്പം നനക്കണേന്നാണ് അറിയാത്തത്. കാരണം വെയിലില്ല, ചൂടില്ല, വെള്ളമില്ലല്ലോ. പക്ഷേ മഴയില്ലല്ലോ. മഴ ഇല്ലെങ്കിലും തണുപ്പില്ല. ഇത് സീസണടാ, തന്നെയല്ലേ നനക്കല്ലേ. നമ്മളിത് 3 ആൾക്കാരെ ചാമ്പിട്ടാണ് ചാവിടിക്കാൻ പോണേ. ഷക്കീബ്, നാസിന്, നാസർ, ഒരു 3 ആളുണ്ട്. വണ്ടിയിലാണ്ടൊക്കെ ഉണ്ട്. ഒരു
ചെക്കനിന്ന് ചായ കുടി നിർബന്ധം എന്നാ പറഞ്ഞത്. ഞാനല്ല ഉത്തരവാദി, നജാത്താണ്. പിന്നെ ഞാൻ ഒരു പുതിയൊരു തീരുമാനം എടുത്തിക്കാണ്. 2026 10 ദിവസം അടുപ്പിച്ച് വീഡിയോ, എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ടിയ അങ്ങനെ ഉണ്ട്. അപ്പൊ നോക്കിയോക്കാം, കൊറേ എടുത്തുകണി എന്താവോ. ഇന്ന് പാളില്ലേ ഒരുമിച്ച് പോവാറ്. ഇന്ന് ആകെ 2 കടിയാണ്, ഒരു പഴംപൊരി ഉണ്ട്, ഒരു ഡീലാ. ട്രെയിന് പോകാൻ പറ്റില്ല, ഫ്ലൈറ്റിൽ തന്നെ പോണെന്നാണ്. അതെ അതെ ഒന്നുമില്ല, കാലൊക്കെ വീട് വിളിക്കുന്ന ഒരു ലീവിനെ അപേക്ഷിക്കണ കോലപ്പോയി. No bro. Tomorrow you are going for a match. Okay. Tomorrow evening I am going to Assam for match. Tomorrow evening. Tomorrow evening. നാളെ വൈകുന്നേരം ഞാൻ മാച്ചിന് ആസാമിലേക്ക് പോവാണ്. ഫൈനൽ for a match to Assam. ടു ആസാം. ഇതുണ്ട്. അതൊന്നും പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ല, അയാൾക്ക് അറിയുന്നില്ല. അല്ല തമിഴനാണ്, നമ്മള് മലയാളത്തിൽ പറഞ്ഞ പോലെ മലയാളിയാണെങ്കിൽ. തമിഴാണെങ്കിൽ ഞാൻ പറയൂട്ടോ, ഈ പറയോ അണ്ണാ ലീവ് കൊടുങ്കോ. ലീവ് കൊടുങ്കോ പാവം ചെക്കൻ. ആസാം. So I will apply for CL. Now HRMS is going under maintenance. അത് അങ്ങനെ തന്നെയല്ലേ പറയാം. അത് റെഡി ആയാല് ഞാൻ CL അപ്ലൈ ചെയ്യാം ത്രൂ HRMS. So when it becomes ready, I will apply. Apply for CL. Apply for CL. കൈ കൂപ്പണ ഇമേജിന്റെ വേണോ? ഒരു ഫോട്ടോ ഇങ്ങനെ നിന്നാ കാലിൽ വെച്ചോ. എന്തൊക്കെ ചെയ്യണേ. ചായ അടിക്കാൻ വന്ന ശരിക്കും കാണില്ല. പഴംപൊരി ഉണ്ടായിരുന്നു, പഴംപൊരിയും കഴിഞ്ഞു ഇരിക്കണൊക്കെ എണ്ണയും കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ ഇരിക്കട്ടോ. ബജ്ജി പോയാലോ? ബജ്ജി പള്ളിക്കാണ് എന്റെ വൈകാട്ടി. പള്ളിയിലാണ് അമ്മേ നാരായണ ദേവി നാരായണ. മരുസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും പോയിക്കോട്ടെ, നമ്മളൊന്ന് നിസ്കരിക്കുക പോവാ, അത്രേ ഉള്ളൂ. എന്നിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ പറയേ. നമ്മളെ ട്രോഫിയാണ്. പിന്നെ അടുത്ത സീസൺ അടുത്ത സീസണാ കാണിക്കുന്നത്. ടേബിളൊക്കെ എല്ലാം ഇപ്പൊ നിലത്തച്ചിട്ടാ കളി. സൂപ്പർ കട്ട്, സൂപ്പർ കട്ട്. പുതിയൊരു പരിപാടി അടങ്ങി 10 ദിവസം അടുപ്പിച്ച് വീഡിയോ ചലഞ്ചാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻ. അതുകൊണ്ട് പൊളിക്കുവോ? പൊളിക്കൂലേ? അതില് നമ്മള് മെച്ചപ്പെടും. അതെ, കൺസിസ്റ്റൻസി ആണ്. എന്തായാലും എന്നെ കൊണ്ട് നടക്കൂല, അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. 2 ദിവസം മിനിമം 2 ദിവസം പോയാ പോയി. അവിടെയാണ് ഈ പരാജയപ്പെടുന്നത്. അതാണ് ഒരു സ്പെസിഫിക് ഡേയില് ഈ എല്ലാ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ നോക്കരുത്. എപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷൻ ആക്കി എടുക്കണം. എല്ലാ ദിവസവും മാറാനുള്ള കൺസിസ്റ്റൻസി മെയിൻ. ഞാൻ ഒരു കോഡ് ഇടുന്നു, എനിക്ക് ഇന്നോടെ അനുഭവം ഇല്ലല്ല, ഇതില് പറയണേ, വ്ലോഗ് പറയണേ. വാട്ടില് പറഞ്ഞു. അല്ല, എന്നാ വ്ലോഗില് പറഞ്ഞു കൊടുക്കും, പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുമോ? പ്രേക്ഷകർക്ക് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് Why do we have to rely on a specific day to change our habits and try to promise ourselves to be better? Yes. സ്പെഷ്യൽ ഡേ വരാൻ കാത്തിക്കത് നമ്മള്. അതൊക്കെ അവിടെ പോയി ഈ മോശം കൺസിസ്റ്റൻസി ആണെങ്കിൽ മോശം ജിമ്മന്മാരെ കാണണം. ഓരെ കണ്ടിക്കണം. ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻസി ആൾക്കാർ ജിമ്മന്മാർ. ഷുഗർ കട്ട്, ഷുഗർ കട്ട് നമ്മളെ കാണണേ. ഈ കട്ട ചോദിക്കും
ഇത് എന്താ കളിക്കാനറിയാത്ത കൊച്ചു. എന്നാ ശരി. ഇതിപ്പോ രണ്ടാമത്തെ എണ്ണക്കടി കുറക്കണം വിചാരിച്ചത്. നോക്കി മാക്കടിക്കണേ. എത്രാമത്തെ അസറേ? എത്രാമത്തെ? ഓ 2 ഈ 5 എടുത്തോണ്ടാണ് ഞാൻ കണ്ടത്. ഓയിൽ കട്ടിന്റെ ആളാണ്. ഓയിൽ കട്ട് കടിയൊന്ന് കാണിച്ചു. ജൗർ ഡയറ്റിലാണ്. മുട്ട നല്ലതാ. പുയ്ങ്ങിയ മുട്ട കഴിക്കണം. പുയ്ങ്ങിയ മുട്ടയാണത്. ഇവൻ 10, ഞാൻ 10. ഞാൻ 2, ഞാൻ ഓയിൽ 18 സോഡി 30 കടിയും. മറ്റേ വെയിറ്റ് കടിയൊക്കെ എവിടെ പോയിന്നുള്ള വെയിറ്റ് നോക്കണേ. ഈ 65 ഞാൻ വന്നപ്പോഴത്തെ 2 മുട്ട, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതാ അതെന്റെ ചോറുന്നല്ലേ. 45 കടി ഇല്ല 41. നീ വരാല്ലേ? നീ വരാണ്ടോ? 45. നിർത്തലേ. ഒരു ചായ അടിക്കാൻ വന്നതാ. എത്ര റുപ്യ ചെലവ്? 120. എത്ര കടി നിന്ന്? 10 ജീരക സോഡയും 20 കടിയും. ഇതൊക്കെ വരുന്നേ ഓർമ്മയുള്ളൂ. നാസറൊക്കെ വരുന്നുള്ളൂ. ഒരു തുമ്പിക്കയ്യായിരുന്നു. ഇങ്ങനെ പ്ലേറ്റ് കയ്യായിരുന്നു. ഇങ്ങനെ പൈസ 10 റുപ്യ കൊടുത്തിട്ട് 5 റുപ്യ തന്നെ ഒരു നോട്ട് കൊടുത്തിട്ട് 200 റുപ്യ 200 ജൗറ് കൊടുത്ത്. ഇനി ഒന്നുമില്ല. ഇനി നിർത്തി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി പുറകെ പോവുക, കിടക്കത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് നിർത്തി. ഇതാണ് നമ്മളെ മുനീറാക്ക. നമ്മളെ കുടിച്ചോ. ഒന്നും കൂടി കുടിക്കാനുള്ള നിങ്ങളെ മനസ്സിലുണ്ട് ഇല്ലേ? അയ്യോ വാങ്ങണ്ട്. അന്റെ ചെലവുണ്ട്. ഓൻ കളിക്കലില്ല. 4 പാക്ക് അവിടെ 1, 2 4 പേക്ക്. അതില് 10 കിലോന്റെ സാധനം കേറും. 4 ചാക്കാണ്. അടിയിൽ കുറച്ച് നോക്കി നിക്കണ്ടേ. വെറുതെ നിക്കണേ. ഞാനങ്ങനെ തടിച്ചിട്ട് രസമുണ്ടോ? കളിക്കണേ